അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനസ്സുകൊണ്ട് മക്കയിലേക്ക് എന്ന നമ്മുടെ യാത്രയുടെ പ്രയാണം, മക്കയിലൂടെ സഞ്ചാരം ചെയ്ത് നമ്മുടെ യാത്രയുടെ പരമമായ ഉദ്ദേശം, നമ്മുടെ സാങ്കല്പികമായ ഉദ്ദേശം ഹജ്ജ് ആയിരുന്നു. സാധാരണഗതിയിൽ മക്കയിൽ ഹജ്ജിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പോവുകയാണെങ്കിലും ഇങ്ങനെയാണ് സംഭവിക്കുക. 40 ദിവസക്കാലം അവിടെ നമ്മൾ താമസിക്കുമ്പോൾ 10 ദിവസം നമ്മൾ മദീനയിൽ ഉണ്ടാകും, ബാക്കി ദിവസമൊക്കെ മക്കയിലാണ് സ്പെൻഡ് ചെയ്യുക. അപ്പം മക്കയിൽ താമസിക്കുന്ന സമയത്ത് നമ്മൾ സഞ്ചരിക്കുന്ന ഭാഗങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് ഹജ്ജിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ആദ്യം പോകുന്നത് മിനയിലേക്കാണ്. മിനയിൽ കേവലം അമലായി ഒന്നും ചെയ്യാനൊന്നുമില്ല. ദുൽഹിജ്ജ 8-നാണ് നമ്മൾ മിനയിലേക്ക് പോകുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ വളരെ കുറച്ചാണെങ്കിലും അത് കൃത്യമായി കേട്ടിരിക്കണം. സാധാരണ ഹജ്ജ് ക്ലാസ്സിൽ പറയുന്ന ഒരു സ്റ്റൈലിലല്ല ഞാൻ പറയുന്നത്. അതിനോട് അനുബന്ധമായ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം മിനയിൽ പറയുമ്പോൾ മിനയിൽ എന്തിനാണ് പോകുന്നത് നമ്മൾ ആലോചന ചെയ്യേണ്ടതുണ്ട്. ഹജ്ജ് 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരമലാണ്. നിസ്കാരം പോലെയല്ല. ഹജ്ജ് 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ ആധ്യാത്മികമായ അർത്ഥതലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 50 ദിവസം പറഞ്ഞാലും തീരാത്ത അത്ര ആശയമാണ് ഹജ്ജിലുള്ളത്. അപ്പോൾ യൗമു തർവിയ എന്ന് പറയുന്ന ദുൽഹിജ്ജ 8-ന്റെ അന്ന് നമ്മൾ മിനയിലേക്കാണ് പോവുക. മിന ഒരു ഫുസ്താത്ത് എന്ന് പറയപ്പെടാൻ കഴിയുന്ന തമ്പുകളുടെ ഒരു നഗരമാണ്. 10,000-കണക്കിന് തമ്പുകൾ. നമുക്ക് വീഡിയോയിൽ ഇങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഡിസ്പ്ലേ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. നിങ്ങൾ ചിത്രങ്ങളിലൊക്കെ മിന കണ്ടിട്ടുണ്ടാവും. 10,000-കണക്കിന് ടെൻറ്റുകളാണ് മിനയിലുള്ളത്. 1997-ൽ അവിടെ ഒരു തീപിടുത്തം ഉണ്ടായി. നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും. ധാരാളം ആളുകൾ മരണപ്പെട്ട ഒരു തീപിടുത്തം. അതിനുശേഷം തീ പിടിക്കാത്ത ടെൻ്റാണ് ഇപ്പോഴവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. 70-ലധികം പ്രവാചകന്മാരുടെ സുജൂദ് ചെയ്ത സ്ഥലം അവിടെയുണ്ട്. ആ സ്ഥലത്താണ് മസ്ജിദുൽ ഖൈഫ് എന്ന് പറയുന്ന പള്ളി ഇന്ന് നിലനിൽക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. മസ്ജിദുൽ ഖൈഫ്. അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കം 70-ൽ പരം വരുന്ന പ്രവാചകന്മാരൊക്കെ അവിടെ ചെന്നിട്ടുണ്ട്. നമ്മുടെ തഴവ ഉസ്താദ് മിനയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മിനയെന്ന താഴ്വര പുണ്യമുള്ളൊരു മണ്ണ, വീരേതിഹാസം പെറ്റു പോറ്റിയ പെണ്ണ. മിനയെന്ന താഴ്വര പുണ്യമുള്ളൊരു മണ്ണ, വീരേതിഹാസം പെറ്റു പോറ്റിയ പെണ്ണ. ഞെട്ടുന്ന നരബലി കണ്ടു നിന്നൊരു കണ്ണ, ചരിതങ്ങൾ അനവധി ഉണ്ടു പിറകെ എണ്ണ. ഞെട്ടുന്ന നരബലി കണ്ടു നിന്നൊരു കണ്ണ, ചരിതങ്ങൾ അനവധി ഉണ്ടു പിറകെ എണ്ണ. ത്യാഗങ്ങളിൽ കൈകോർത്ത സാനുവുമാണ്, ഒരു വലിയ ഖുർബാൻ സാക്ഷി പത്രവുമാണ്. കത്തിക്കു മുന്നിൽ നീട്ടി തൻ്റെ കഴുത്തിനെ, മകനന്ന് നേരെ നിർത്തി തൻ്റെ മനസ്സിനെ. തപിക്കുന്ന ഹൃദയം കൊണ്ടു ബാപ്പയറുത്തേ, മിനയെന്ന മണ്ണിത് കണ്ട് കണ്ണീർ വാർത്തേ. കോരിത്തരിക്കും രംഗമാണ് നടന്നത്, അവിടേക്ക് തന്നെ കാല് നാം കുത്തുന്നത്. നമ്മുടെ മനസ്സ് വായിച്ചതുപോലെ ബഹുമാന്യനായ തഴവ ഉസ്താദ്, അള്ളാഹു അദ്ദേഹത്തിന് മർഹമത്ത് ചെയ്യട്ടെ, അവർ രേഖപ്പെടുത്തുകയാണ്: മക്ക ഷെരീഫിൽ നിന്ന് മിനയിലേക്ക് യാത്ര പുറപ്പെട്ടാൽ നമ്മൾ മനസ്സിൽ കൊണ്ട് യാത്രയില്ല.
അല്ലാഹുമ്മ ഇയ്യാക അർജൂ, അല്ലാഹുവേ ഞാൻ നിന്നെ ഉദ്ദേശിക്കുകയാണ്. വലക അദ്ഉ ഫബല്ലിഗ്നി സാലിഹ അമലി വഗ്ഫിർ ലീ ദുനൂബി. ഹാജി ഒരു ദർവേശിനെ പോലെ അലയുകയാണ്. പരിശുദ്ധനായ തമ്പുരാനോടുള്ള ആത്മാനുരാഗത്താൽ പ്രയാണം ആരംഭിക്കുകയാണ്. അർജൂ ഇയ്യാക അർജൂ, നിന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വലക അദ്ഉ ഫബല്ലിഗ്നി സാലിഹ അമലി വഗ്ഫിർ ലീ ദുനൂബി. ഹൃദയം കൊണ്ട് നിങ്ങൾ നിറഞ്ഞിരുന്നോളൂ. നിങ്ങളുടെ മനസ്സിന്റെ തേട്ടം എന്നെങ്കിലും മിനായുടെ താഴ്വരയിൽ നിങ്ങളെ എത്തിക്കുക തന്നെ ചെയ്യും, ഉറപ്പ്. നമ്മൾ നിലമ്പൂര്, മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് വ്യാപാര ഭവൻ എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ മാസങ്ങളിൽ ക്ലാസ് ഉണ്ടാകാറുണ്ട്, ചിലപ്പോൾ ഹജ്ജ് കാലത്തൊക്കെ. അപ്പം അവിടെ ഒരു കൈ മുട്ടിന് ഇപ്പുറം മുറിഞ്ഞു പോയ ഒരാളും അദ്ദേഹത്തിന്റെ പത്നിയും കൂടി എല്ലാ ഉംറ ക്ലാസ്സിൽ, ഹജ്ജ് ക്ലാസ്സിൽ, ഉംറ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പൊ എല്ലാ തവണയും പ്രസംഗം കഴിഞ്ഞ് നമ്മളതിന് പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ ആ ഇമോഷണൽ ഫീലിംഗ് വരുമ്പോഴൊക്കെ കരഞ്ഞിട്ടുണ്ടാവും. സദസ്സ് ഒരുപക്ഷെ കരയും. അപ്പൊ കഴിഞ്ഞ് പിരിയുമ്പോൾ ഇദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനാണ്. അയാൾ ഒറ്റ കൈകൊണ്ട് കൈക്കോട്ട് പിടിച്ച്, ഇത് പറയുമ്പോൾ നിലമ്പൂക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ അറിയുമായിരിക്കാം. നിലമ്പൂരിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടാണ് അദ്ദേഹത്തിന്റെ വീട്. ഒരു കൈ കൊണ്ട് കൈക്കോട്ട് കൊണ്ട് കളച്ച് കൂലിപ്പണി ചെയ്യുന്ന ആളാ ഹബീബിങ്ങളെ. ഒരു കൈ കൊണ്ട് കൈക്കോട്ട് പിടിച്ച് കൂലിപ്പണി ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം അങ്ങനെ കരയും. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, എല്ലാ ക്ലാസ്സിലും നിങ്ങൾ പങ്കെടുത്തോളൂ. നമ്മൾ ഈ ചരിത്രമൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സ് പൊട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോളൂ. ഹബീബിങ്ങളെ അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഉംറയ്ക്ക് വേണ്ടി പാസ്പോർട്ട് തരികയാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പാസ്പോർട്ട് അവിടുത്തെ ട്രാവൽസിൽ ഏൽപ്പിച്ചു. അപ്പം ഞാൻ മക്ക ഹറമിൽ വെച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, അതുവരെ ഒന്നും ചോദിച്ചില്ല, നിങ്ങൾ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയത് ചോദിച്ചപ്പോൾ പരിശുദ്ധനായ അള്ളാഹു സാക്ഷി, അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തി ഞാൻ നിങ്ങളോട് പറയുകയാണ്, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്കറിയില്ല എന്നായിരുന്നു. ഹബീബ് നബി സാക്ഷി സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കറിയില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അത്യത്ഭുതകരമായി ആകാശത്ത് നിന്ന് പെട്ടിയിൽ കാശ് വന്നു എന്നല്ല അദ്ദേഹം പറയുന്നതോ ഞാൻ പറയുന്നതല്ല. ആരൊക്കെയോ അദ്ദേഹം ആരോടും ചോദിക്കാതെ അദ്ദേഹം പോകാൻ വേണ്ടി സഹായിക്കപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാശ് ഉണ്ടായി എന്നുള്ളതാണ്. അദ്ദേഹം എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് കാശില്ലല്ലോ റബ്ബേ, എനിക്ക് പോകാൻ പറ്റില്ല എന്ന് ഇപ്പോൾ നമ്മുടെ യാത്രാ സംഘത്തിലെ ഒരാളും കരുതി പോകരുത്. അബ്സല്യൂട്ട്ലി അത്ഭുതകരമായി നമ്മുടെ മനസ്സിന്റെ തേട്ടം പോലെ നമ്മളവിടെ എത്തിച്ചേരും. അള്ളാഹു നമ്മളെ എത്തിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ എത്തിക്കുമാറാകട്ടെ. എന്താണ് മിന നമ്മെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ ഹിബ്രോണിലാണ് അല്ലേ? അപ്പോൾ ചരിത്രത്തിന്റെ കുറച്ച് പിറകിലേക്ക് പോകുമ്പോൾ യൗമു തർവിയ എന്ന് പറയുന്ന ദുൽഹിജ്ജ 8 ദിവസം മിനയിൽ നമുക്ക് അനുവദിച്ച ടെന്റുകളിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ആർ യു റെഡി? നമ്മൾ ഹജ്ജിന് ഇഹ്റാം കെട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും ആവർത്തിക്കണ്ടല്ലോ ഇഹ്റാം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഹജ്ജിന് ഇഹ്റാം കെട്ടിയിട്ടുണ്ട്, ആ നിബന്ധനകളെല്ലാം പാലിച്ചിട്ടുണ്ട്. നോക്കൂ, നമ്മൾ മിനയിലെ തമ്പുകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഫയർ പ്രൂഫ് ടെന്റിൽ ലക്ഷക്കണക്കായ ആളുകളിൽ ഒരു ശുഭ്രധാവള്യ സഗരം പോലെ, ഒരു വെള്ളക്കടല് പോലെ പരന്നു കിടക്കുകയാണ് മിനാ ഗിരിനിരകൾക്ക് താഴെയുള്ള മിനാ താഴ്വാരം, മിനാ മലകൾക്ക് താഴെയുള്ള ഒരു പ്രദേശം. മഴ പെയ്താൽ ഈ ചെങ്കുത്തായ മലനിരകളിൽ നിന്ന് കുത്തിയൊലിക്കുന്ന വെള്ളം മിനയെ നക്കിയെടുത്തു കൊണ്ടുപോകും. ഏതോ ഒരു വർഷം, എനിക്ക് കൃത്യമായി ഓർമ്മയില്ല, ടെന്റിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മഴ പെയ്തത്. നമ്മുടെ കേരളം പോലെയല്ല, മഴ പെയ്താൽ അവിടെ ഒരു പ്രത്യേക അവസ്ഥയാണ്. മഴ പെയ്തു, ഒരു ഹൂങ്കാരവം മുഴക്കി മഴ പെയ്തപ്പോൾ
നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ ആംബുലൻസിന്റെ സൈറൻ ചീറിപ്പാഞ്ഞു വരുന്ന സൈറൻ കേട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ടെന്റുകൾക്കിടയിലൂടെ വെള്ളം കുത്തി ഒലിച്ചു വരികയാണ്, ബൈക്കുകളൊക്കെ ഒലിച്ചു വരികയാണ്. അച്ഛനെ, അപ്പൊ നമ്മൾ ആ ടെന്റിന്റെ ഉള്ളിലാണ്. എന്താണ് അവിടെ ചെയ്യാനുള്ളത്? ദുൽഹിജ്ജ 8-ന് ഒന്നും ചെയ്യാനില്ല ഹബീബിങ്ങളെ, ഒന്നും ചെയ്യാനില്ല, ചുമ്മാ ഇരിക്കുകയാണ് അവിടെ. എന്നാൽ അത് ഹജ്ജിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ഇരുത്തമാണ്. നമ്മൾ നമസ്കരിക്കും, ജമ്മും കസറുമായിട്ടാണ് നിസ്കരിക്കുക. ഹബീബായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നിസ്കരിച്ചത് കൊണ്ട് ളുഹറിനെ അസറിലേക്ക് നമ്മൾ ജമ്മാക്കും. 2 നേരത്തെ നിസ്കാരത്തെ ഒരു വക്തിൽ നിസ്കരിക്കുകയാണ്. ഇപ്പൊ ളുഹറാണെങ്കിൽ ളുഹറിനെ അസർ വരെ നമുക്ക് പിന്തിക്കാം. നമ്മൾ നിയ്യത്ത് ചെയ്തമായി ഞാൻ ളുഹറിനെ അസറിലേക്ക് പിന്തിച്ചിരിക്കുന്നു. കേരളത്തിൽ അത് പറ്റും. നമ്മൾ 132 കിലോമീറ്റർ സഞ്ചാരം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്കും അത് പറ്റുന്നതാണ്. അസറിനെ വേണമെങ്കിൽ ളുഹറിന്റെ സമയത്തേക്ക് ഇങ്ങോട്ടും മുന്തിക്കാവുന്നതാണ്. അതിനാണ് ജമ്മ് ആക്കി നിസ്കരിക്കുക എന്ന് പറയുന്നത്. ഇനി കസ്റാക്കുക എന്ന് പറഞ്ഞാല് 4 റക്കഅത്തുള്ള നിസ്കാരത്തെ 2 റക്കഅത്തായി ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് അത് പറയാം. അപ്പൊ 2 ഒരേ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് അള്ളാഹുവിന്റെ ശരീഅത്തുൽ ഇസ്ലാം നമുക്ക് നൽകിയ ഒരു എക്സ്ക്യൂസ് ആണ്, ഒരു വിട്ടുവീഴ്ചയാണ്, അതോടൊപ്പം ഒരു ആനുകൂല്യമാണ്. അപ്പൊ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തഖ്വ കൂടി പോകരുത്. ചില ആൾക്കാർ പറയും നമുക്ക് നിസ്കരിക്കാൻ സമയമുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പൊ നമ്മൾ ജമ്മാക്കുന്നത്? അത് തഖ്വ കൂടിയിട്ടാണ്. അള്ളാഹു നൽകിയ ഔദാര്യത്തെ എനിക്ക് വേണ്ട എന്ന് പറയുന്നത് വളരെ മിതമായി പറഞ്ഞാൽ അപമര്യാദയാണ്. നമ്മൾ അങ്ങനെയൊക്കെ ആലോചിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇത് നമ്മൾ മിനയിൽ പറയേണ്ട ഒരു കാര്യമില്ലെങ്കിലും ഞാൻ പറയാണ്, അവിടെ ജമ്മു കസർ ആയതുകൊണ്ട് ഞാൻ പറയാണ്. ഇപ്പൊ ചാവക്കാട്ടെ നിന്ന് കോഴിക്കോട്ടേക്ക് പോകണമെങ്കിൽ ഒരു 130 കിലോമീറ്റർ ഉണ്ട്. നിങ്ങൾ 130 കിലോമീറ്റർ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ 130 കിലോമീറ്റർ പോയി നമ്മൾ കോഴിക്കോട് എത്തിയപ്പോഴാണ് ളുഹർ ബാങ്ക് കൊടുക്കുന്നത്. നമുക്കവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒഫീഷ്യൽ വർക്ക് ചെയ്യാനുണ്ട്. തിരിച്ച് വണ്ടി കയറിയാൽ അസറിന്റെ സമയത്ത് നമ്മൾ വാഹനത്തിലായിരിക്കും, നിസ്കരിക്കാൻ പറ്റില്ല. മഗ്‌രിബിനായിരിക്കും നമ്മൾ ചാവക്കാടേക്ക് എത്തുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അസറിനെ അവിടെ വെച്ച് നിസ്കരിക്കും. അപ്പൊ നിങ്ങൾ തഖ്വ കൂടിയിട്ട് പറയാം നമുക്ക് പകുതി വഴിയിൽ എവിടെയെങ്കിലും ഇറങ്ങാം, ഇവിടുന്ന് അസർ നിസ്കരിച്ചാൽ പോരെ, എന്തിനാ വെറുതെ? ആ എന്തിനാ വെറുതെ എന്നുള്ള വാക്ക് നിങ്ങൾ തഖ്വ കൊണ്ടാണ് പറയുന്നതെങ്കിൽ തെറ്റാണ്, അത് തെറ്റാണ്. അള്ളാഹുവാണ് ഔദാര്യം നൽകുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ അല്ല, നമ്മുടെ പ്രധാനമന്ത്രിയല്ല. ലോക്ക്ഡൌണിന് ആനുകൂല്യം നൽകുന്നത് പോലെ അല്ല ഇത്. അള്ളാഹു നൽകുന്ന ഒരു ആനുകൂല്യത്തെ എനിക്ക് വേണ്ട എന്ന് പറയുന്നത് ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞാൽ അത് അപമര്യാദയാണ്. ഇത് പലപ്പോഴും സാധാരണക്കാരായ ആളുകൾക്ക് പലപ്പോഴും അറിയാത്തൊരു കാര്യമാണ്. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം? പലപ്പോഴും ഹജ്ജ് യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ജമ്മാക്കൂ എന്ന് പറയുമ്പോൾ നാട്ടിൽ നിന്ന് അത്തരം ഗൈഡൻസ് ലഭിക്കാത്ത നല്ല ഇബാദത്തുള്ള ഉമ്മമാര് പറയും, കണ്ടോ ഉസ്താദുമാരായ നിന്ന് മൂത്രമൊഴിക്കും ചെയ്യുക. അതവർക്ക് അറിയാത്തതിന്റെ പേരിലാണ്. അവിടെ അള്ളാഹുവിന്റെ ആനുകൂല്യത്തെ നമ്മൾ അനുഭവിക്കുകയാണ് നല്ലത്. അവിടെ തഖ്വ ഓവറായിട്ട് കാര്യമില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മിനയിൽ വെച്ച് അങ്ങനെ നിസ്കരിക്കായിരുന്നല്ലോ പൂർണ്ണമായിട്ട്. ഖിയാമത്ത് നാളോളം വരുന്ന ഒരു തലമുറയ്ക്ക്, ഒരു സൊസൈറ്റിക്ക്, ഒരു കമ്മ്യൂണിറ്റിക്ക് മാതൃകയാകുക. പ്രവാചകൻ എ ഗ്രേറ്റ് മോഡൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ മിനയിൽ ഇരിക്കുന്നു, അവിടെ അസറും ളുഹറും ചേർത്ത് നിസ്കരിക്കുന്നു, മഗ്‌രിബും ഇശായും ചേർത്ത് നിസ്കരിക്കുന്നു. എന്നല്ലാതെ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരു അമലും നമുക്ക് മിനയിൽ ചെയ്യാനില്ല. പോയിന്റ് നമ്പർ 1, നോട്ട് ദ പോയിന്റ്. ഇനി ഹജ്ജ് പഠിഞ്ഞില്ല നിങ്ങൾ പറയുന്നത്, ദുൽഹിജ്ജ 8-ന് നമുക്കൊരമലും ചെയ്യാനില്ല. എന്നാൽ ആ ഇരുത്തത്തിന് ഫിക്റിന്റെ ഇരുത്തമാണത്, ശുക്രിന്റെ ഇരുത്തമാണത്, ദിക്റിന്റെ ഇരുത്തമാണത്. ചിന്തിക്കുന്ന, അനുസ്മരിക്കുന്ന, നന്ദി ചെയ്യുന്ന ഇരുത്തമാണത്. അവിടെ ഇരുന്ന് ആലോചിക്കണം, അല്ലാഹുവേ സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ഈ മിനായുടെ ഗിരിനിരകൾ കണ്ണുണ്ടായിരുന്നുവെങ്കിൽ അവർ കാണേണ്ടി വന്ന, അവർക്ക് നാവുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ആർത്തട്ടഹസിക്കുമായിരുന്ന, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി തൻ്റെ തൃപ്തിയെ സമർപ്പിച്ച ചരിത്രത്തിലെ ത്യാഗോജ്വലമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ച മണ്ണാണ് മിന.
പുരുഷന്മാർ ഒരു വസ്ത്രം കൊണ്ട് പുതച്ച് ഒരു വസ്ത്രം ഉടുത്തുകൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹ് 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 അല്ലാഹുവിന്റെ ഫിക്റിലായിരിക്കുകയാണ് അവിടെ. അപ്പം ചിലർ പറയാണ് എന്തൊരു ചൂടാണ്, നല്ല ചൂട് പിടിച്ചാല് എയർ കണ്ടീഷന്റെ തണുപ്പൊന്നും അനുഭവിക്കാൻ കഴിയില്ല. അപ്പൊ ചില ആൾക്കാർ എന്തൊരു ചൂടാണ്, നാട്ടിലെ ഷിഫോൺ ബെഡിൽ കിടന്നുറങ്ങുന്ന ഹാജിയാരാണ് പോയിരിക്കുന്നത്. സെൻട്രലൈസ്ഡ് AC ഉള്ള റൂമിൽ താമസിക്കുന്ന ആളാണ് ഈ പോയിരിക്കുന്നത്. മാത്രമല്ല ഈ കടപ്പുറത്ത് മത്തി ഇങ്ങനെ വെച്ചതുപോലെ 50 ആൾക്ക് കിടക്കാൻ കഴിയുന്ന ഒരു സോറി 2-4 ആളുകൾക്കൊരു ഒരു 2-3 ബെഡ് ഇട്ട് കിടക്കാൻ പറ്റുന്ന ഒരു റൂമില് 50 ആളുകൾ ഇങ്ങനെ ഒന്നും മലർന്നു പോലും ശരിക്ക് കിടക്കാനാവാതെ കിടക്കുന്ന സ്ഥലമാണ് മിന. ഇത് നിങ്ങൾ ചങ്കിൽ കയറണം, മനസ്സിലേക്ക് കയറണം. ഇപ്പുറത്ത് കിടക്കുന്നവൻ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനായിരിക്കും, തൊട്ട ഇപ്പുറത്ത് കിടക്കുന്നവൻ പരമദരിദ്രനായിരിക്കും. എന്നാലും തോളോട് ചേർന്ന് കിടക്കുകയാണ്. എഴുന്നേറ്റ് പോകുമ്പോൾ കാലിൽ ചവിട്ടേണ്ടി വരും. ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സൗകര്യമൊക്കെ ഉണ്ടായത്. ടെന്റുകളില്ലാത്ത മിനയുണ്ടായിരുന്നു. മരുഭൂമിയുടെ നരച്ചാകാശത്തിന് താഴെ നട്ടുച്ചയിൽ ഇങ്ങനെ കിടക്കേണ്ടി വന്ന ഒരു 40 കൊല്ലം മുമ്പുള്ള ഹാജിമാരുടെ പ്രതിഫലമൊന്നും എൻ്റെ യാത്രാ സംഘമേ നമുക്ക് ലഭിക്കില്ല. ഇന്നവിടെ കൂളറിൽ ഐസിട്ട വെള്ളമുണ്ട്, എയർ കണ്ടീഷന്റെ തണുപ്പുണ്ട്, കഴിക്കാൻ നല്ല ഭക്ഷണം അവിടെ ഗ്രൂപ്പുകാർ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഒരു 40 കൊല്ലം മുമ്പ് പോയവർക്ക് ഈ ഭാഗ്യം കിട്ടിയിട്ടില്ല. ഭാഗ്യമെന്ന് ഞാൻ പറയുന്നില്ല, ഇങ്ങനെ ഒരു സൗകര്യം ലഭിച്ചിട്ടില്ല. അതായിരുന്നു ത്യാഗത്തിന്റെ ഹജ്ജ്. യാത്രാ സംഘമേ, നിങ്ങൾ എന്നെങ്കിലും മിനയിൽ പോകുന്ന ഒരു ദിവസം വരും. ഹൃദയം കൊണ്ട് മദീനയിലൂടെ മക്കയിലൂടെ കണ്ണ് നിറഞ്ഞു പോയവരാണ് നിങ്ങൾ. അങ്ങനെ പോകേണ്ടി വന്നാൽ മനസ്സുകൊണ്ടാണ് പോകേണ്ടത്, ശരീരം കൊണ്ടല്ല. ഹാജിമാര് തല്ലുകൂടുന്നത് കാണാൻ പറ്റും. 5000 ഹാജിമാർക്ക് 15 ടോയ്ലറ്റ് സംവിധാനമാണ്. എങ്ങനെ ഇരിക്കും? ബെഡ്റൂമിൽ ബാത്ത് അറ്റാച്ച്ഡ് സൗകര്യങ്ങളില്ല. സഹോദരങ്ങളെ, മിനയിൽ ഇങ്ങനെ ക്യൂ നിൽക്കേണ്ടി വരും. പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും. ഓരോ ടോയ്ലറ്റിന്റെ മുന്നിലും 25-50 ആളുകൾ ഇങ്ങനെ നമ്മൾ വോട്ട് ചെയ്യാൻ നിൽക്കുന്നതിന് നിൽക്കേണ്ടി വരും. എന്തായിരിക്കും അപ്പോഴത്തെ അവസ്ഥ? അല്ലാഹു പഠിപ്പിക്കുകയാണ്, സഹനം പഠിപ്പിക്കുകയാണ്. ഇസ്മായിലിനെ നമ്മൾ അതിലേക്ക് വരും. സഹനം പഠിപ്പിക്കുകയായിരുന്നു. പക്ഷെ ആ സഹനമൊന്നും ഹാജിമാർക്ക് ലഭ്യമാകുന്നില്ല. ലക്ഷറി ഹജ്ജ് കൊണ്ട് ലഭ്യമാകുന്നില്ല. ഇനി പറയാൻ പോകുന്ന വിവാദമാകുമെന്ന് എനിക്കറിയില്ല. അത്തരം വിവാദങ്ങളിൽ ഒരു ഭയമില്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ പറയാണ്. എൻ്റെ കുടുംബക്കാരോടല്ലേ ഞാൻ പറയുന്നത്, പറയട്ടെ. ഓരോ വർഷവും ഹജ്ജ് ചെയ്യുന്നവരില്ലേ 40 ലക്ഷം ഹജ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ തോന്നുന്നതൊരു 35 ലക്ഷത്തിൻ്റെ ഹജ്ജ് സ്വീകരിക്കുന്നുണ്ടാവില്ല എന്നാണ്. അല്ലാഹു അഅലം. ഇനി ഇത് മാത്രം എടുത്ത് കട്ട് ചെയ്തിട്ട് നിങ്ങൾ വിടരുത്, എനിക്ക് പൊരുത്തല്ല. കോണ്ടസ്റ്റ് മാറും, അപ്പുറം ഇപ്പുറം കേൾക്കാതെ. 40 ലക്ഷം ആളുകൾ ഹജ്ജ് ചെയ്യുന്നുണ്ട് ഓരോ വർഷവും. ഔദ്യോഗികമായിട്ടുള്ളത് 10-25 ലക്ഷമൊക്കെ വരുള്ളൂ. അനൗദ്യോഗികമായിട്ടുണ്ട്. ഒരു 35 ലക്ഷത്തിൻ്റെ ഹജ്ജ് അള്ളാഹു അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. കാരണം മിനയിലെ യൗമുത്തർവിയയിൽ ഒരമലും ചെയ്യാനില്ല. പക്ഷേ അള്ളാഹു പാഠം പഠിപ്പിക്കുകയാണ്. ആ പാഠമൊന്നും ഹാജിമാരിൽ ഉണ്ടായിട്ടില്ല. അതേ ഹബീബിങ്ങളെ, ആ പാടൊന്നും നമ്മുടെ ഹാജിമാരിലില്ല. ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് മുമ്പ് കാലി ചവിട്ടിയാൽ ദേഷ്യമായി. ഭക്ഷണം വരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു 3 മണിയൊക്കെ ആകും ചിലപ്പോൾ. കാരണം മക്കയിൽ നിന്ന് റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകും. സൗദി അറേബ്യയുടെ റോയൽ ആർമി പട്ടാളം വളരെ ജാഗരൂകരായിരിക്കും. അതുകൊണ്ട് മിനയിലേക്ക് വണ്ടികളൊന്നും അധികം പ്രവേശിപ്പിക്കില്ല. ഔദ്യോഗിക ഡെസിഗ്നേഷനുള്ള
വണ്ടികളെ കിടക്കുള്ളൂ. അപ്പം ചിലപ്പം വണ്ടി നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ട്രോളിയിൽ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുവരികയായിരിക്കും ഭക്ഷണം. അവിടുന്ന് ഒരു 12 മണിക്ക് പുറപ്പെട്ടുണ്ടാവും മക്കത്ത് നിന്ന്. 7 കിലോമീറ്ററാണ് മക്കയിൽ നിന്ന് മിനയിലേക്ക്. നമ്മൾ മിനയിലെ വിശക്കുന്നുണ്ടോ? അപ്പൊ ഒരു 3 മണിയാകാൻ തുടങ്ങിയ ആജിമാർ ചോദിക്കും, ഉസ്താദേ എന്താണ് ഭക്ഷണം വന്നിട്ടില്ല? കയ്യിലുള്ള തോൽപാത്രത്തിലെ വെള്ളം പോയി. വെള്ളം കഴിഞ്ഞ് ഇസ്മായിൽ എന്ന ചോരപ്പൈതല് വാവിട്ട് നിലവിളിച്ച ചരിത്രമൊക്കെ നാട്ടിൽ നിന്ന് കേട്ടവനാണ്. ഫുഡ് വന്നിട്ടില്ല, പൈസ വന്നിട്ടല്ലേ നമ്മൾ വന്നിട്ടുള്ളത്. അവൻ്റെ ഒരു ഒലക്കയില് പൈസ. അള്ളാഹു അവനെ കൊണ്ടുവന്നത് എന്തിനാണ്? മീനയിൽ ജമ്മാക്കി നിസ്കരിക്കാൻ വേണ്ടിയിട്ടാ. നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടല്ലേ? മീനയിൽ ജമ്മാക്കി ഇങ്ങനെ ഫുഡൊക്കെ അടിച്ചിട്ട് AC കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടല്ല, സഹനത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ബാബിലോണിയയിൽ നിന്ന് ആദ്യം ഫിലസ്തീനിലേക്കും പിന്നെ ഈജിപ്തിലേക്കും പിന്നെ സൗദി അറേബ്യയിലേക്കും ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാൽനട യാത്ര ചെയ്ത മനുഷ്യനാണ്. ത്യാഗത്തിന്റെ കനൽക്കാറ്റ് അനുഭവിച്ച മനുഷ്യൻ. നിങ്ങളെ മിനയിലിരുത്തി ഞാൻ ചരിത്രത്തിന്റെ ഇത്തിരി പുറകിലേക്ക് പോവുകയാണ്, അവിടെ ഇരുന്നോളൂ, ഫുഡ് ഇപ്പം എത്തിച്ചേരും. റെഡി, ഭക്ഷണം ഇപ്പം വരും. അതായത് സാറ ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു ഇബ്രാഹിം പ്രവാചകന്റെ പത്നി. അപ്പൊ ഈ സാറ ബീവി ഒരു വയസ്സായി, അവർക്ക് കുട്ടി ഉണ്ടാകുന്നില്ല എന്ന് മാത്രല്ല, ഈ സാറ ബീവി ആ കാലഘട്ടത്തിലെ ഒരു ക്രൂരനായ രാജാവ് അവരെ ഒന്ന് പീഡിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. യാത്രയിലായിരിക്കാം. കൈ പിടിച്ചു വലിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതിനോട് ചോദിച്ചു, ഇത് നിന്റെ ആരാണ്? ഭാര്യയാണ് എന്ന് പറയേണ്ടതിന് പകരം ഇബ്രാഹിം നബി പറഞ്ഞു, ഹാദിഹി ഉഖ്തി, എൻ്റെ സിസ്റ്ററാണ് എന്ന് പറഞ്ഞു. പ്രവാചകനാണ്, കളവാണ് പറയുന്നത്. നമ്മുടെ അർത്ഥത്തിൽ ഒരു കളവായിരിക്കും, പക്ഷെ നമ്മളൊക്കെ ആദം നബി അലൈഹി സ്വലാമിന്റെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും അല്ലേ, അങ്ങനെ ആക്കിയിട്ടാവും ഇബ്രാഹിം നബി പറഞ്ഞിട്ടുണ്ടാകുക. അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ ഈ പീഡനത്തിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട സാറയെ രക്ഷപ്പെടുത്താം എന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ പത്നിയാണെന്ന് പറഞ്ഞാൽ പോലും ആ കാലഘട്ടത്തിൽ ഒരു സ്റ്റൈൽ അനുസരിച്ച് ചിലപ്പോൾ പീഡിപ്പിച്ചു കളയും. പക്ഷെ സിസ്റ്റർ എന്ന് പറയുമ്പോൾ കുറച്ച് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് ആ ചരിത്രത്തിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ പറഞ്ഞത്. ആ ഒരൊറ്റ വാക്കിന് ഇബ്രാഹിം നബി ജീവിതകാലം മുഴുവൻ വേദനിച്ചിട്ടുണ്ട്. ഹബീബിങ്ങളെ, മഹ്ശറയില് നമ്മൾ വീണ്ടും ഭാവിയിലേക്കൊക്കെ പോവാ. എല്ലാ പ്രവാചകന്മാരുടെ അടുത്തേക്കും പോയി ഞങ്ങൾക്കൊന്ന് ശുപാർശ ചെയ്യൂ പ്രവാചക എന്ന് പറയുമ്പോൾ ഓരോ പ്രവാചകന്മാരും എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിവാകുന്നുണ്ട്. ഇബ്രാഹിം നബി പറയുന്ന എക്സ്ക്യൂസ്, ഞാൻ അറിയാതെ ഒരു കളവ് പറഞ്ഞു പോയിട്ടുണ്ട്, അള്ളാഹു അതിനെ എങ്ങനെയാണ് എന്നോട് വിചാരണ ചെയ്യുക എന്നറിയില്ല എന്ന ഭയം കൊണ്ടാണ്. ആ കളവ് ഇതായിരുന്നു. അത് കളവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നോക്കൂ, അപ്പോ ആ ചങ്ങായി രാജാവ് അതൊന്നും സമ്മതിച്ചില്ല. വീണ്ടും സാറാ ബീവിയെ വലിച്ചു. സാറാ ബീവി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അയാളുടെ കൈ മരവിച്ചു പോയി. രാജാവിനെ മനസ്സിലായി ഈ പെണ്ണ് എന്തൊക്കെയോ കഴിവുള്ള പെണ്ണാണ്. അതുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല, ഒന്ന് പ്രാർത്ഥിക്ക്. സാറാ ബീവി കരുണ കാണിച്ചു, പ്രാർത്ഥിച്ചു. കൈ ശരിയായപ്പോൾ രാജാവിന്റെ അടിമയായിരുന്ന, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ള ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെ ഗിഫ്റ്റായി കൊടുത്തു സാറാ ബീവിക്ക്. ഹാജറ എന്നല്ല, അത് മലയാളത്തിൽ പറയുന്നതാണ്. അറബി പ്രൊനൗൺസിയേഷൻ ഹാജർ എന്നാണ്. ഹാജറയെ കൊടുത്തു. ഹജറ ബീവി കുറച്ചുകൂടിയൊക്കെ മൊഞ്ചുള്ള ആളാണ്. സാറാ ബീവി തന്നെ ഇബ്രാഹിം പ്രവാചകനോട് പറഞ്ഞു, ഇനിയിപ്പോൾ കുട്ടിയൊന്നും ഉണ്ടാകത്തില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് ഒരു കല്യാണം കഴിച്ചോളൂ, നിങ്ങൾ ഈ ഹാജറയെ കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഹജർ ബീവി റളിയല്ലാഹു അൻഹയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കല്യാണം കഴിച്ചു. വൈകാതെ ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി ഇസ്മായിൽ നബി അലൈഹി സ്വലാം ജനിച്ചു. ഇസ്മായിൽ നബി അലൈഹി സ്വലാം ജനിച്ചപ്പോൾ ഇബ്രാഹിം നബിക്ക് 86-ാമത്തെ ഒക്കെ വയസ്സിലാണ് ആ കുട്ടി ജനിക്കുന്നത്.
അതിനെ എപ്പോഴും ഇങ്ങനെ പുന്നാരിക്കുക, അതിനെ ചുംബിക്കുക, അതിനെ എടുത്ത് നടക്കുക. ഇബ്രാഹിം നബി ഭയങ്കരമായി അതിനോട് അറ്റാച്ച്മെന്റ് ആയി. സ്വാഭാവികമായും സാറാ ബീവിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവിടെ സാറാ ബീവിയെ ചിലരൊക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ യാത്രാ സംഘം ഹാജറിനെ സാറാ ബീവിയെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അവർ തമ്മിൽ ഒരു പോര് നടന്നു, ചക്കളത്തി പോര് നടന്നു ഹാജറയും സാറയും തമ്മിൽ എന്ന്. ബഷീർ ഫൈസി മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു. ഇനി അത് പറയില്ല. കാരണം ഇത് അള്ളാഹുവിൻ്റെ ഒരു ഡയറക്ഷനാണ്, അള്ളാഹുവിൻ്റെ ഒരു സംവിധാനമാണ്. സാറാ ബീവി നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. ഹാജറ ബീവി കറുത്ത പെണ്ണാന്നാണ് പറയുന്നത്. കറുപ്പിനും സൗന്ദര്യമുണ്ട് കേട്ടോ. അടിമപ്പെണ്ണായിരുന്നു ഹാജർ, പക്ഷെ ഹാജർ ബീവിക്ക് സൗന്ദര്യം ഉണ്ടായിരുന്നു എന്നാണ് ചിലർ പറഞ്ഞ് ബിലാലിനെയൊക്കെ ചിലർ പ്രസംഗിച്ചിട്ട് അങ്ങോട്ട് ഒരുവിധാക്കിയിട്ടില്ലേ. അങ്ങനെയൊന്നും നമ്മൾ സഹാബത്തിനെയോ പ്രവാചക പത്നിമാരെയോ വാക്കുകളെ കൊണ്ട്, ഒരുപക്ഷെ അറബി പദങ്ങളിൽ അങ്ങനെയൊന്നും ബിലാലിനെ ആരും വിശേഷിപ്പിച്ചിട്ടില്ല കിതാബിലൊന്നും. നമ്മൾ മലയാളത്തിൽ ഒരു എത്യോപ്യക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇമാജിനേഷനാണ് പരന്ന ചുണ്ട്, കറുത്ത, അങ്ങനെയൊന്നും പറഞ്ഞതാക്കേണ്ട കാര്യമില്ല. ഹജർ ബീവി കറുത്ത പെണ്ണായിരുന്നു, സാറാ ബീവിയാണ് നല്ല മൊഞ്ചുള്ളത്. പക്ഷെ കറുപ്പിനൊരു അഴകുണ്ട്. നമ്മൾ കറുത്ത വർഗക്കാരെ അങ്ങനെ അങ്ങോട്ട് പാർശ്വവൽക്കരിച്ച് കളയരുത്. ഓക്കെ, ശ്രദ്ധിക്കണം. നമ്മൾ സഹാബത്തിനൊക്കെ വിശദീകരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നല്ല, ചില പ്രഭാഷകന്മാർ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അവതരിപ്പിക്കുമ്പോൾ എനിക്ക് എന്തോ അതിനോട് വലിയ ഒരു സുഖം തോന്നാത്ത വിശദീകരണങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. കിതാബിൽ അങ്ങനെയൊന്നും പറയാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ മലയാളത്തിൽ നിങ്ങൾക്ക് അവരെയൊക്കെ അങ്ങനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അങ്ങനെ പറഞ്ഞു. ബിലാലിനെ കുറിച്ചൊക്കെ എന്തൊരു രൂക്ഷമായ പ്രയോഗങ്ങളാണ് നടത്തുന്നത്. അതവരെ കുറ്റപ്പെടുത്താൻ പറഞ്ഞതായിരിക്കില്ല. എന്നാൽ പോലും മഹാന്മാരെ നമ്മുടെ ഒരു വാക്ക് കൊണ്ട്, ഒരു അക്ഷരം കൊണ്ടുപോലും നെഗറ്റീവ് തോന്നിപ്പിക്കുന്ന ഒരു പരാമർശം പോലും നടത്തിപ്പോകരുത്. ചിലപ്പോൾ ഒരു അക്ഷരം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഈമാൻ അങ്ങോട്ട് ഇല്ലാതെ പോകും. നരകത്ത് കിടക്കുന്ന അമലില്ലാത്തതുകൊണ്ടായിരിക്കില്ല. ഇപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ എന്താ പറയാ ഒക്കെ പറഞ്ഞ നമ്മൾ വിഷയം മാറിപ്പോവും. നമ്മുടെ അടുത്ത് അമലൊന്നും ഇല്ലെങ്കിലും ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും, നമ്മൾ സ്വാലിഹീങ്ങളെ സ്നേഹിക്കണം. വാക്കുകൊണ്ട് പോലും നമുക്ക് അറിയാത്തൊരു വിഷയത്തെക്കുറിച്ച് ഇടപെട്ട് സംസാരിച്ച് കുഴപ്പത്തിൽ ചാടിപ്പോകരുത് അല്ലേ. ഞാൻ പറയുന്നത് വേറൊരു വേർഷനിലൂടെയാണ്. ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്ന ആദ്യത്തെ വേർഷൻ ആയിരിക്കട്ടെ. സാറാ ബീവിയും ഹാജറ ബീവിയും അങ്ങനെ ചക്കളത്തി പോരൊന്നും ഉണ്ടായിട്ടില്ല. അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഖലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അൽ മക്കത്തുൽ മുക്കറമയുടെ നാട്ടിൽ എത്തിച്ചേരണം. ഇസ്മായിൽ അവിടെ എത്തിച്ചേരണം അലൈഹിസ്സലാം. അതിനൊരു കാരണം മാത്രമാണ് പ്രിയപ്പെട്ട മഹദി മഹത്വത്തിന്റെ എല്ലാ അവസ്ഥയിലുമുള്ള സാറാ ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെയാണ് അവരോട് എത്തിച്ചേരുന്നത്. മാഷാ അല്ലാഹ്. അങ്ങനെ എത്തിച്ചേർന്നതിന് ശേഷം നമ്മൾ മക്കയിൽ എത്തിച്ചേർന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മക്കയിൽ അവരൊരു പ്രദേശത്ത് എത്തിച്ചേർന്നു. അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. സംസം ഉണ്ടായതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ദിവസങ്ങൾ ഒരുപാട് കടന്നുപോയപ്പോൾ ജുർഹും എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലെ ആളുകൾ ആ വഴി സഞ്ചാരം ചെയ്യുകയാണ്. കച്ചവട സംഘമായി പോകാറുള്ള വഴിയാണ്. ഹാജർ ബീവി റളിയല്ലാഹു അൻഹയും ഇസ്മായിൽ എന്ന പൊന്നുമോനും ഇരിക്കുന്ന ഈ സ്ഥലം. ഹത്താ മറത്തു ബിഹിം റുഫ്ഖത്തും മിൻ ജുർഹും, ജുർഹും എന്ന് പറയുന്ന ഗോത്രത്തിലെ ഒരു സംഘം ആ വഴി യാത്ര ചെയ്യുകയാണ്. ജുർഹും എന്ന് പറയുന്ന ഗോത്രത്തിലെ ഒരു സംഘം ആ വഴി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഫറഔ തായിറൻ നായിഫ, അവരൊരു പക്ഷി ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് കണ്ടു. വട്ടമിട്ട് ഇങ്ങനെ പറക്കുന്നത് കണ്ടപ്പോ ഫഅർസലു ജരീഅൻ, ഒരാളെ അങ്ങോട്ട് പറഞ്ഞയച്ചു. എന്താണെന്നറിയാൽ ഈ രണ്ടാളെ പറഞ്ഞയച്ചു. അവര് യാത്ര ചെയ്യുന്നതിന്റെ കുറച്ച് ഡിസ്റ്റൻസ് അപ്പുറത്താണ് ഈ പക്ഷി ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത്. അറബികൾ അക്കാര്യത്തിലൊക്കെ ഭയങ്കര എന്താ പറയാ കഴിവുള്ള ആളുകളായിരുന്നു. കാലാവസ്ഥ നിരീക്ഷിക്കാനും പ്രകൃതിയുടെ മാറ്റങ്ങളെ കുറിച്ച് തിരിച്ചറിയാനും ഒക്കെ അറിയുന്ന ആളുകളായിരുന്നു. അപ്പൊ പക്ഷി വട്ടമിട്ട് പറക്കുന്ന കണ്ടപ്പോൾ
അവർ പറഞ്ഞു ഫൈദാഹുമ്മ, അവിടെ വെള്ളമുണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അവിടെ പോയി നോക്കപ്പോൾ ഹാജർ ബീവിയും ഇസ്മായിലിന് നബി അലൈഹിസ്സലാമയും ഇരിക്കുന്നത് കണ്ടു. ഫറജഉ, അവര് മടങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു അവിടെ വെള്ളത്തിന്റെ ഒരു തടാകമുണ്ട്, ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു ചോര പൈതൽ മടിയിലുണ്ട്, അവരുടെ തൊട്ട് സമീപത്ത് വെള്ളമുണ്ട്, തടാകമല്ല വെള്ളമുണ്ട്. അവരെല്ലാവരും അങ്ങോട്ട് ചെന്നു. ഖാലു, അവർ ചോദിച്ചു പെണ്ണെ, ഞങ്ങൾ നിന്റെ സമീപത്ത് ഇരുന്നോട്ടെ പെണ്ണെ, ഇവിടെ ഒന്ന് വിശ്രമിച്ചോട്ടെ പെണ്ണെ. ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ മുമ്പൊരിക്കൽ പോലും വെള്ളത്തിന്റെ സാമീപ്യം അനുഭവിച്ചിട്ടില്ല. ഈ വിജനമായ മലഞ്ചെരുവിൽ വെള്ളത്തിനൊരു സൗകര്യം ലഭിച്ചിട്ടേ ഇല്ല. ഇതെന്തൊരത്ഭുതമാണ്. അപ്പോ അവര് പറഞ്ഞു ഇരുന്നോളൂ, പക്ഷെ വലാക്കിൻ, ഒരു നിബന്ധനയുണ്ട്, ഒരു നിബന്ധനയുണ്ട്. ലാ ഹഖ്ഖ ലക്കും ഫിൽ മാ, ഈ വെള്ളത്തില് നിങ്ങൾക്ക് യാതൊരു അധികാരവും ലഭിക്കില്ല. വെള്ളം ഞാൻ തരില്ല എന്നല്ല പറഞ്ഞത്, ഈ വെള്ളത്തിൽ നിങ്ങൾക്കൊരു അധികാരം തരില്ല എന്നാണ് പറഞ്ഞത്. അത് എന്റേത് മാത്രമാണ് എന്ന് ഹാജർ ബി പറഞ്ഞു. ഖാലു, അവർ പറഞ്ഞു നഅം, സമ്മതിച്ചു. നിങ്ങളത് മുമ്പ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഫനസലു, അവരാ സംഘം അവിടെ ഇറങ്ങി. ആ യാത്രാ സംഘത്തിലെ കുറച്ച് ആളുകൾ അവിടെ ഇറങ്ങി താമസിച്ചു. വഅർസലൂ ഇലാ അഹ്ലിഹിം, കുറെ ആളുകൾ അവരുടെ കുടുംബത്തിലേക്ക് പോയി. ജുർഹൂം എന്ന് പറയുന്ന ഗോത്രത്തിലേക്ക് പോയി. ഞാൻ എന്തിനാണ് ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത്? മിനയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആ മനസ്സ് തപിക്കാൻ വേണ്ടിയിട്ടാണ്. ജുർഹൂം എന്ന് പറയുന്ന ഗോത്രം അവിടെ വന്ന് താമസിച്ചു. അങ്ങനെ ഓരോ ടെന്റ് ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്ന് 40 ലക്ഷം ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ലോകത്തിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ മഹാസമ്മേളനമാകുന്ന ഹറമിന്റെ മുറ്റത്തിത്തിരി മണൽ കിട്ടുമെങ്കിൽ അത് വലിച്ചെടുത്ത് മേലോട്ടിട്ടാൽ താഴേക്ക് വന്ന് ചാടാൻ പഴുതുകളില്ലാത്ത വിധം തോളോട് ചേർന്ന് നിൽക്കുന്ന 40 ലക്ഷം ജനങ്ങളുടെ അതേ ഹൂങ്കാരം മുഴങ്ങുന്ന അൽ മക്കത്തുൽ മുകറമ, അതിന്റെ ഭൂതകാലമാണ്. ടെന്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വശബ്ബൽ ഗുലാം, അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഇങ്ങനെ വളർന്നു വലുതാകുകയാണ്. ഇബ്രാഹിം നബി അവിടെ ഇല്ല, നമുക്കറിയാം, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈജിപ്തിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. വലുതായപ്പോൾ ജുർഹൂം ഗോത്രത്തിൽ നിന്ന് അറബി ഭാഷ പഠിച്ചു. ആര്? ഇസ്മായിൽ നബി അലൈഹി സ്വലാമയെ പഠിപ്പിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമയുടെ മാതൃഭാഷ അറബിയായിരുന്നില്ല, ഹിബ്രു ആയിരുന്നു. എരിസ്മാറ്റിക് ലാംഗ്വേജ് ആയിരുന്നു. അതായിരുന്നു ഹാജർ ബീവി സംസാരിച്ചിരുന്നത്. അതല്ലെങ്കിൽ അങ്ങനെ പറയാൻ ഒരുപക്ഷെ പറ്റില്ല. കാരണം വളരെ ചെറുപ്രായത്തിൽ തന്നെ മക്കയിൽ വന്ന ചെറിയ കുട്ടികൾ, ചോരപ്പൈതലാണ്. അപ്പോൾ തൻ്റെ മാതൃഭാഷ ചിലപ്പോൾ ഹിബ്രു ഭാഷ ആയിരിക്കില്ല പഠിച്ചിട്ടുണ്ടാകുക. പക്ഷെ അറബി ഭാഷ നന്നായി പഠിപ്പിച്ചു. അപ്പൊ അറബ് ഗോത്ര, ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, അറബ് ഗോത്രത്തിന്റെ ബേസ്മെന്റ് എന്ന് പറയുന്നത് ജുർഹൂം ഗോത്രമാണ്. ഓക്കെ, ജുർഹൂം അവരാണ് അറബി. പക്ഷെ അറബി ഭാഷയുടെ പോലും പ്രാപിതാക്കൾ അവരായിരിക്കും ഒരു പക്ഷേ. അറബി ഭാഷയുടെ സൗന്ദര്യ നിയമങ്ങളെ സൃഷ്ടിച്ചത് അലി റളിയല്ലാഹു അൻഹു ആണ്. അതിന്റെ ഗ്രാമറ്റിക്കൽ മെത്തേഡ് രൂപീകരിച്ചത് അലി റളിയല്ലാഹു അൻഹു ആണ്. അലി റളിയല്ലാഹു അൻഹു ഈസ് എ ഗ്രേറ്റ് സ്കോളർ. പക്ഷെ അറബി ഭാഷയുടെ ബേസ്മെന്റ് ജുർഹൂം ഗോത്രമാണ്. നോട്ട് ദ പോയിന്റ്. നമ്മൾ ചരിത്രത്തെ ഇങ്ങനെ കണ്ടറിഞ്ഞുകൊണ്ടാണ് യാത്ര പോകുന്നത്. അപ്പോ തഅല്ലമൽ അറബിയ്യത മിൻഹും, ജുർഹൂം ഗോത്രത്തിൽ നിന്ന് അറബി ഭാഷ പഠിപ്പിച്ചു. അപ്പോഴാണ് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം കടന്നു വരുന്നത്. എന്ന് പോയതാണ്? എത്രയോ മുമ്പ് പോയതാണ്. ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരികയാണ്. അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈജിപ്തിലാണ്.
ഈജിപ്തിലുണ്ടായിരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. എന്താണത്? വഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. സന്താന സൗഭാഗ്യമില്ലാത്ത ആരെങ്കിലും ഈ യാത്രാ സംഘത്തിലോ നമ്മുടെ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ ഇന്ന് നന്നായി കേൾക്കണം. സൂറത്തു സാഫാത്തിന്റെ 99-100 ആയത്തുകൾ നിങ്ങളൊന്ന് എഴുതി വെക്കുക കേട്ടോ. 99-100. ഇനിയും ഞാൻ പറയാം, എൻ്റെ സ്വന്തം അഭിപ്രായമല്ല. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. പടച്ചവനെ, നീ എനിക്കൊരു സ്വാലിഹായ സന്താനത്തെ തരണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. മക്കൾക്ക് വേണ്ടി മക്കളുണ്ടാകാൻ പ്രാർത്ഥിക്കേണ്ടത് എനിക്കൊരു കുട്ടിയെ തരണേ എന്നല്ല, സ്വാലിഹായ കുട്ടിയെ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇനി കല്യാണം കഴിഞ്ഞ പുതിയ ആൾക്കാരോടും പറയാനുള്ളത് അത് തന്നെയാണ്. സ്വാലിഹായ സന്താനത്തെ തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടാവും. ഇനി നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. സൂറത്തു സാഫാത്തിന്റെ 101 വചനം. അപ്പോൾ സഹനശീലനായ ഒരു ബാലനെ പറ്റി നാം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. കേട്ടോ, ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. ഹലീമായ ഒരു മകനെ നൽകി. മിനയുടെ ഏറ്റവും വലിയ പാഠം ഇസ്മായിൽ അലൈഹിസ്സലാം. ഇസ്മായിൽ അലൈഹിസ്സലാമയുടെ ക്വാളിറ്റിയാണ് ഖുർആൻ പറയുന്നത്, ഹലീം. ഇത് മനസ്സിലാക്കാതെ എന്തുട്ട് ഹജ്ജാണ്. 102 ആയത്ത്. ഫലമ്മാ ബലഗ മഅഹു സഅയ قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് മക്കയിലേക്ക് എത്തിച്ചേരുകയാണ്. നമ്മുടെ പൊന്നുമോന് 10 വയസ്സ് പ്രായമായിട്ടുണ്ട് ഇസ്മായിൽ. മക്കയുടെ മലഞ്ചരിവിലൂടെ ഇസ്മായിൽ ഇങ്ങനെ ഓടിക്കളിക്കും അലൈഹിസ്സലാം. ജുർഹൂം ഗോത്രത്തിലെ കുട്ടികളോടൊപ്പം കളിക്കുന്ന മുത്തുമണിയെപ്പോലെ, പവിഴമുത്തിനെ പോലെ തുളുമ്പുന്ന മുഖാവരണമുള്ള പരിശുദ്ധ ഇസ്മായിൽ അലൈഹിസ്സലാമെ കാണാൻ ബാപ്പ വരികയാണ്. ഫലമ്മ ബലഗ മഅഹു സഅയ എന്ന് വെച്ചാല് ആ ബാലൻ അദ്ദേഹത്തോടൊപ്പം പ്രയത്നിക്കാനുള്ള പ്രായമെത്തിയപ്പോൾ, അതായത് ഏകദേശം ആ കുട്ടിത്തൊക്കെ വിട്ടത് പ്രായമെത്തിയപ്പോൾ പിതാവ് വന്ന് പറയുകയാണ്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇന്നി അറാ ഫിൽ മനാം, ഞാൻ സ്വപ്നത്തിൽ കണ്ടു മകനെ, അന്നീ അദ്ബഉക, നിന്നെ അറുക്കാനായിട്ടാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. റുയൽ അംബിയായി ഹഖുൻ, അമ്പിയാക്കളുടെ സ്വപ്നം ഹക്കാണ്. നമ്മളാണ് പാഴ് സ്വപ്നക്കാണ്. അമ്പിയാക്കന്മാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാണ്. ചിലപ്പോൾ അത് വഹയുമായിട്ട് മാറും. ഇസ്മത്തു മിനശ് ശൈത്താൻ, ശൈത്താന്റെ ഷെറിൽ നിന്ന് ഇസ്മത്ത്, പ്രൊട്ടക്ഷൻ ഉള്ള ആളുകളാണ് പ്രവാചകന്മാർ. അതുകൊണ്ട് അവർ കാണുന്ന സ്വപ്നം പാഴ് സ്വപ്നമാകില്ല. അപ്പൊ അത് ചോദിക്കുകയാണ്, ഫൻളുർ മാദാ തറാ, അതുകൊണ്ട് നീ നോക്ക് മകനെ, നീ പറയ്, എന്താണ് നിനക്കെന്താണ് പറയാനുള്ളത്, എന്താണ് നിന്റെ അഭിപ്രായം മോനെ, നീ ഒന്ന് പറ. ഇവിടെ നമ്മുടെ മക്കളെ എല്ലാവരും ഒന്ന് ആലോചിച്ച്, ഖാല യാ അബതി ഫഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹ്. സൂറത്തു സാഫാത്തിന്റെ 102 വചനം. ആ കുട്ടി പറയുകയാണ്, യാ അബതി, എന്റെ ബാപ്പച്ചി, ഇഫ്അൽ മാ തുഅ്മർ,
നിങ്ങളോട് എന്താണ് കൽപ്പിച്ചത് അതുപോലെ ചെയ്തോളൂ. സതജിദുനി ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ നിങ്ങൾ എന്നെ കാണാം ബാപ്പാ എന്ന് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട് മിനയിൽ ഇരുന്നിട്ട്, പക്ഷെ സമയം സന്ദർഭം അതല്ലല്ലോ. പോയിന്റ് നമ്പർ 1, ഈ ഒറ്റയത്തിലെ പോയിന്റ് ഞാൻ പറഞ്ഞു. ബാപ്പ മകനോട് തൻ്റെ ആഗ്രഹമല്ല അള്ളാഹുവിൻ്റെ ആഗ്രഹമാണ് പറഞ്ഞത്. നമ്മൾ നമ്മുടെ മക്കളോട് അള്ളാഹുവിൻ്റെ ആഗ്രഹമൊക്കെ അവിടെ നിൽക്കട്ടെ, അള്ളാഹുവിൻ്റെ ആഗ്രഹമൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഒരാഗ്രഹം നമ്മുടെ മക്കളോട് പറഞ്ഞാൽ എന്തായിരിക്കും? സ്വന്തം മക്കളിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ മക്കൾ അത് അനുസരിക്കുമെന്ന്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ സന്താനങ്ങളൊക്കെ സാലിഹീങ്ങളായ സന്താനങ്ങളാക്കി തരട്ടെ. അവിടെ 3ാമത്തെ പോയിന്റ്, ആ കുട്ടി പറയാണ്, ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറയാണ്, നിങ്ങളോട് എന്താണ് അള്ളാഹു കൽപ്പിച്ചത് അത് ചെയ്യൂ പിതാവേ. സതജിദുനി ഇൻഷാ അല്ലാഹ്. അവിടെ ഇൻഷാ അല്ലാഹ് കൂട്ടിയിട്ടാണ് പറഞ്ഞത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാൻ ക്ഷമാശീലനായിരിക്കും. നമ്മൾ ഒരു കാര്യവും അള്ളാഹുവിൽ കണക്ട് ചെയ്യാതെ പറയരുത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നാളെ നമുക്ക് 10 മണിക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹുവിൻ്റെ തൗഫീഖ് ചിലപ്പോൾ ഇല്ലാതെ പോകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. പോസ്റ്റിൽ ചിലപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് എന്ന് എഴുതിക്കൊള്ളുന്നില്ല, നമ്മൾ മനസ്സിൽ കരുതിയാൽ മതി. സൂറത്ത് സന്താനങ്ങളില്ലാത്തവർക്ക് ഒരായത്ത് കൂടി ഞാൻ ഇതൊരു ചികിത്സയൊന്നും അല്ല കേട്ടോ, നിങ്ങൾക്കത് ഖുർആനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഖുർആനാണ് പറയുന്നത്. സൂറത്ത് ഇബ്രാഹീമിൻ്റെ 38-39 വചനങ്ങൾ കേട്ടോ. 39ാമത്തെ ആയത്ത് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. സൂറത്തു മറിയമിൻ്റെ 54ാമത്തെ ആയത്ത് നിങ്ങൾ കേട്ടോളി. സൂറത്ത് മറിയം 54ാമത്തെ ആയത്ത്. ഈ 3 സൂറത്തുകളിലെയും ആയത്ത് ദിവസവും സുബഹിൻ്റെ മുമ്പ് തഹജ്ജുദ് നമസ്കരിച്ച് സുബഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഉള്ളിൽ ഒരു 40 തവണ നിങ്ങൾ ചെല്ലാൻ വേണ്ടി ശ്രമിക്കും. ആയത്ത് ഇങ്ങനെയാണ്: വദ്കുറു ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യാ. മാഷാ അല്ലാഹ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത് എങ്ങനെയാണ്? വദ്കുറു ഫിൽ കിതാബി ഇസ്മാഈൽ. മിനയിൽ ദുൽഹിജ്ജ 8-ന് ഇതൊക്കെ ആലോചിക്കാനാണ് അള്ളാഹു അവിടെ ഇരുത്തുന്നത്. അല്ലാതെ നിനക്ക് ജ്യൂസ് കിട്ടിയില്ല എന്ന് പരാതി പറയാനോ, ഈ കഞ്ഞി വേണം ഉസ്താദെ, എനിക്ക് ഈ എന്താ പറയാ നല്ല ഭക്ഷണമൊന്നും ചിലപ്പോൾ മിനയിൽ കിട്ടില്ല, കബ്സയൊക്കെ ആയിരിക്കും വരിക, എനിക്ക് കഞ്ഞി അച്ചാറും വേണം, ഒരു ഉണക്കമീൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ ഞാൻ കഴിച്ചോണ്ട്, എന്തിനാ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, അതൊന്നുമല്ല ഹജ്ജ്. സൂറത്തു മറിയമിന്റെ 54-ാം ആയത്ത്, വദ്കുറു ഫിൽ കിതാബി ഇസ്മാഈൽ. നിങ്ങൾ ഇസ്മായിൽ പ്രവാചകനെ ഓർക്ക്. ഇന്നഹു കാന സാദിഖൽ വഅദ്. അവർ സ്വാദിഖുൽ വഅദായിരുന്നു, കരാറ് പാലിക്കുന്നവരായിരുന്നു. വകാന റസൂലൻ നബിയ്യാ. അവര് അള്ളാഹുവിന്റെ ദൂതനായ നബിയായിരുന്നു. ഹബീബിങ്ങളെ, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ പ്രത്യേകതയായി ഖുർആൻ പറഞ്ഞ സാദിഖുൽ വഅദാണ്, കരാറ് പൂർത്തിയാക്കുന്നവൻ. അറുക്കാനായി വാപ്പയോട് സമ്മതം പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇരിക്കുന്ന മിനയുടെ താഴ്വരയിലെത്തിയിട്ട് കത്തി ഇങ്ങോട്ട് എടുക്കുമ്പോ ഓടാൻ ശ്രമിച്ചിട്ടില്ല. കപടവിശ്വാസികളുടെ അടയാളം 3 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആയത്തുൽ മുനാഫിഖ് 3 കാര്യം. ഞാനോ നിങ്ങളോ അതിൽ പെടുമെന്ന് ഇപ്പൊ ആലോചിച്ചോളൂ. ഇത് ഹദ്ദസ കദിബ, സംസാരിച്ചാൽ കളവേ പറയുള്ളൂ. ഇത് തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കും. ഇത് വഅദ അഖ്ലഫ, കരാറു പറഞ്ഞാൽ അത് തെറ്റിക്കും.
ഞാനത് വിശദീകരിക്കുന്നില്ല. സ്വന്തം ഒബ്സർവ് ചെയ്യുക. ഈ യാത്രാ സംഘമേ, നമ്മൾ അതിൽ പെടുവോ? നമ്മൾ കളവ് പറയുന്നുണ്ടോ? അള്ളാഹു കാക്കട്ടെ. ഒരൊറ്റ കളവ് പറഞ്ഞതിന്റെ പേരിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഹ്ശറയിൽ പോലും എനിക്ക് അള്ളാഹുവിനെ പേടിയാണ്, എന്നോട് ചോദിക്കുമോ എന്ന് ആലോചിച്ച്. ജീവിതത്തിൽ ഒരു കളവ്, അത് തന്നെ ആരെങ്കിലും നശിപ്പിക്കാനുള്ള കളവല്ല, വഞ്ചനയുടെ കളിവല്ല, തൻ്റെ പ്രിയപ്പെട്ട സാറയെ അപകടത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു വാക്ക് പറഞ്ഞു പോയതാണ്. രണ്ടാമത്തത് വിശ്വസിച്ച ചതിക്കും. എത്ര കൂട്ടുകാരന്മാരാണ് ചതിയന്മാർ. 3, ഒരു കരാറ് പറഞ്ഞാൽ പാലിക്കില്ല. ഇസ്മായിൽ നബിയുടെ ക്വാളിറ്റിയായി ഖുർആൻ പറയുന്നത് ഇന്നഹു കാന സ്വാദിഖൽ വഅദ്, കരാറു പാലിക്കുന്നവനാണ്. ഹാജിമാർ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ എന്താ പറയാ, ഒരു കരാറുണ്ട്. ആ കരാറൊന്നും ചിലപ്പോൾ നമ്മൾ പാലിക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും. വകാന യഅ്മുറുഹു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്, തന്റെ അഹ്ലിനോട് നിസ്കരിക്കാൻ കൽപ്പിക്കുന്ന ആളായിരുന്നു ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. യാത്രാ സംഘമേ, നമ്മൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ സന്തോഷം. നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? തന്റെ അഹ്ലിനോട് നിസ്കരിക്കാൻ കൽപ്പിക്കുന്നു. വസ്സകാത്ത്, സക്കാത്ത് കൊടുക്കാനും പറയുമായിരുന്നു. വകാന ഇൻദ റബ്ബിഹി മർളിയ, അള്ളാഹുവിന്റെ അടുത്ത് ഉന്നത സ്ഥാനത്തേക്ക് ഉയർക്കപ്പെട്ട ആളാണ്. അള്ളാഹുവിന്റെ അടുത്ത് പ്രീതി ലഭിച്ച ആളാണ് മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. വകാന ഇൻദ റബ്ബിഹി മർളിയ, അല്ലാഹുവേ നീ ഞങ്ങളെ മർളിയാക്കണേ റബ്ബേ, നിന്റെ തൃപ്തിയുള്ള ആളാക്കണേ റബ്ബേ. അള്ളാഹു പറയുന്നുണ്ട്, ഈ ഹാജിയുടെ മൗലികമായ ലക്ഷ്യം അള്ളാഹു തൃപ്തിപ്പെടുന്ന ആളാകുക എന്നുള്ളതാണ്. ഹജ്ജ് കഴിഞ്ഞിട്ട് ജിദ്ദ ഇന്റർനാഷണൽ എയർപോർട്ടിൽ തിരിച്ചു മടങ്ങുമ്പോൾ ഹാജി എന്നുള്ള ടാഗ് ലൈൻ ലഭിച്ചിട്ടുണ്ടാവും. മതില് പണിയുമ്പോൾ ഒരു ബോർഡ് വെക്കാം, അബൂബക്കർ ഹാജി, ബഷീർ ഹാജി, ഉമ്മർ ഹാജി, നബീസ ഹജ്ജുമ്മ, ഫാത്തുമ ഹജ്ജുമ്മ, ഖദീജ ഹജ്ജുമ്മ. പേര് വെക്കാമെന്നല്ലാതെ മർലിയായോ എന്നുള്ളതാണ് മിനയിലിരുന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ശാന്തമായ ആത്മാവേ വരൂ, ശാന്തമായ ആത്മാവേ വരൂ. ഇർജിഇ ഇലാ റബ്ബിക്, നിന്റെ രക്ഷിതാവിങ്കിലേക്ക് വാ. റാളിയ മർളിയ, റാളിയ മർളിയ, റാളിയ മർളിയ. നീ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിട്ടും അള്ളാഹു നിന്നെ തൃപ്തിപ്പെട്ടിട്ടും കടന്നു വരുന്നു എന്ന്. അള്ളാഹുവിനെ അങ്ങോട്ട് മാത്രം ഇഷ്ടപ്പെട്ട പോരാ, അള്ളാഹ്ക്ക് ഇങ്ങോട്ടും ലവ് വേണം, സ്നേഹം വേണം. അള്ളാഹ്ക്ക് ഇങ്ങോട്ട് മാത്രം ഉണ്ടായാൽ പോരാ, അള്ളാഹുവിനോട് നമുക്ക് അങ്ങോട്ടും മർളി വേണം. നമുക്കതുണ്ടോ? ഒരു ചെറിയ പ്രയാസം വരുമ്പോഴേക്കും പടച്ചോനെ മറക്കുന്നവനല്ലേ ഞാൻ. ഒരു ലോക്ക്ഡൗൺ വന്നപ്പോഴേക്കും കൈവിട്ടു പോയില്ലേ പ്രതീക്ഷകള്. പ്രവാസി സഹോദരങ്ങളെ, നിരാശപ്പെടാതിരിക്കൂ. കാരുണ്യവാനായ തമ്പുരാൻ ചരിത്രത്തിന്റെ ചാരങ്ങളിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ അത്യുന്നതങ്ങളായ ആകാശത്തിന്റെ സോപാനത്തിലേക്ക് ഉയർത്തിയ ഇന്നലകളുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ആരു കൈവിട്ടാലും അല്ലാഹു കൂടെയുണ്ട്. ലോകത്തെ ഒരു ഭരണാധികാരിയും നിങ്ങൾ ഭരമേൽപ്പിക്കണ്ട. ലോകത്തെ ഒരു സംഘടനയിലും നിങ്ങൾ ഇപ്പോൾ പ്രവാസികളെ ഭരമേൽപ്പിക്കേണ്ടതില്ല. അവർ ചെയ്ത സഹായം സ്വീകരിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ നിരാശപ്പെടണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. റളിയത്തം മർളിയ. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കട്ടെ, അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കട്ടെ. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ദിക്ർ പറഞ്ഞു തരാം. ദിക്റല്ല, എന്താ പറയാ, അത് ദിവസവും ഹദീസിലുള്ളതാണ്, നമ്മുടെ ഹദ്ദാദിലൊക്കെ ഉള്ളതാണ്. റളിതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ നബിയ്യാ. ഇത് നിത്യവും പതിവാക്കുന്നവന് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുമെന്നാണ് ഹദീസാണ് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. റളീതു ബില്ലാഹി റബ്ബാ. ഒരാൾ ഒറ്റയ്ക്ക് ചെല്ലുകയാണെങ്കിൽ ഇങ്ങനെയാണ്,
ഞാൻ കൂട്ടായി പറഞ്ഞു റളീനാന്ന്. റളീതു ബില്ലാഹി റബ്ബാ, റളീതു ബില്ലാഹി റബ്ബാ, റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ, വബിൽ ഇസ്ലാമി ദീനാ. ദിസ് ഇസ് എ ഗിഫ്റ്റ് ഫോർ യു tonight. ഇന്നത്തെ രാത്രി നിങ്ങൾക്കുള്ള സമ്മാനം ഇതാണ്. റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ദിവസവും പതിവാക്കിയാൽ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് അവൻ അടുക്കുമെന്നാണ്. ഒന്നെല്ലാവരും ചൊല്ലൂ. റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയാ. ഹബീബിങ്ങളെ നിങ്ങൾ ചെല്ലിയോ? അവസാനം എന്നോട് റളീതു ബില്ലാഹി റബ്ബാ. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പഠിച്ചിട്ടുണ്ടാവും. അള്ളാഹുവിനെ രക്ഷിതാവായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനാനി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ നബിയ, ഹബീബായി നബിയെ നബിയായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇത് പറഞ്ഞാൽ അള്ളാന്റെ തൃപ്തി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോ ഈ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിയുടെ പ്രത്യേകത അതായിരുന്നു സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ. തിരിച്ചു പോകാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാമയോട് പറഞ്ഞു അറുക്കാനാണ്. സതജിദുനി ഇൻഷാ അല്ലാഹ്. ഇസ്മായിൽ എന്ന ആ 10 വയസ്സുകാരനെയായി ഹാജറിനോട് പറഞ്ഞു മകനെ കൊണ്ടുപോവുകയാണ്. എവിടെ? നമ്മൾ ഇരിക്കുന്ന മിനയിലേക്ക്. അപ്പൊ തന്നെ പിശാച് ഹാജറിന്റെ അടുത്ത് വന്ന് പറഞ്ഞു റളിയല്ലാഹു അൻഹ, ഹാജറെ, നിന്റെ ഭർത്താവ് നിന്റെ മോനെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നറിയോ? ആ മലഞ്ചെരുവിലേക്കാണ്. എന്തിനാ കൊണ്ടുപോകുന്നറിയോ? ഇല്ല. എന്തിനാണ്? അറുക്കാനാണ് ഹാജറെ. അപ്പൊ ഹാജർ ബി പറഞ്ഞു, എന്നേക്കാൾ എൻ്റെ മോന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം എൻ്റെ ഭർത്താവ് ഇബ്രാഹിമിനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പറയണ്ട. അപ്പൊ ഇബ്ലീസ് പറയാണ് പ്ലേറ്റ് മാറ്റി, മതം പറഞ്ഞിട്ട് പ്ലേറ്റ് മാറ്റി. ഹാജർ, നിന്റെ ഭർത്താവ് സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ചെയ്യുന്നല്ല ഞാൻ പറയുന്നത്. ഇബ്ലീസിന്റെ ഡയലോഗാണ്. അള്ളാഹു കൽപ്പിച്ചിട്ടാണ്. അപ്പൊ ഇബ്രാഹിം ചെയ്തിരിക്കും. അപ്പൊ നമ്മളാണെങ്കിൽ എന്ത് പറയും? ഹാജർ പറഞ്ഞു, ഉറപ്പാണോ അള്ളാഹു കൽപ്പിച്ചിട്ടാണോ? നഅം, അള്ളാഹു കൽപ്പിച്ചിട്ടാണെങ്കിൽ പിന്നെ അതിനെ ഞാനെന്തിനാ സങ്കടപ്പെടുന്നത്? ഇബ്രാഹിം ഹാജർ ബിയുടെ ആ ഡയലോഗ് ഇട്ട് ഇബ്ലീസ് പോന്നു. മലഞ്ചെരുവിന്റെ മിനായുടെ താഴ്വരത്തിൽ നിന്നും കാണാൻ കഴിയുന്നുണ്ട്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെ കൊണ്ടുപോയ സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയി 10 വയസ്സാണ്. ഖലീലുല്ലാഹ് ഇബ്രാഹിമിന്റെ പൊന്നുമോന് 10 വയസ്സാണ്. സഹോദരാ ഹബീബിങ്ങളെ, 10 വയസ്സ്. മലഞ്ചെരുവിലെത്തി അറുക്കാനാണ് കൊണ്ടുപോകുന്നത് എന്നറിയുന്ന ഇസ്മായിൽ ആ രംഗമൊന്ന് ആലോചിച്ചു നോക്ക്. നമ്മുടെ പൊന്നാര മക്കളെ ഒന്ന് മനസ്സിലാലോചിച്ചു നോക്ക്. നമ്മുടെ പെൺകുട്ടികളെ, നമ്മുടെ കൊച്ചുകുട്ടികളെ, നിങ്ങളുടെ പേരക്കുട്ടികളെ മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്ക്. 84-ാം വയസ്സിൽ ജനിച്ച കുഞ്ഞിന്റെ കൈ പിടിച്ചിട്ട് മിനായുടെ മലഞ്ചെരുവിലേക്ക് നടക്കുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മനസ്സിലെന്താ? അടുത്ത നിമിഷം അറുക്കപ്പെടാൻ പോകുന്നതാണെന്ന് ചിന്തിക്കുന്ന മകൻ സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാമയുടെ മനസ്സെന്താ? അവിടെ എത്തി. പിതാവും പുത്രനും മലഞ്ചെരുവിലെത്തി. മകൻ പിതാവിനോട് പറയുകയാണ്, പിതാവേ, 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 അങ്ങയുടെ കൽപ്പന പ്രകാരം ചെയ്തു കൊള്ളണം. അങ്ങയോട് അള്ളാഹു എന്താണ് കൽപ്പിച്ചത് അതുപോലെ ചെയ്യണം. അള്ളാഹുവിന്റെ കടാക്ഷം കൊണ്ട് എന്നെ അള്ളാഹു സഹനശീലനാക്കിയേക്കാം, ക്ഷമയുള്ളവനാക്കാം. അങ്ങത് ചെയ്യണം ബാപ്പാ. ഉടനെ കഴുത്തെന്തൊന്നറുക്ക് ബാപ്പാ.
അള്ളാഹുവിന്റെ ആജ്ഞക്ക് വിധേയപ്പെട്ടിട്ട് മഹാനായ ഇസ്മായിൽ അതാ അവിടെ കിടക്കുകയാണ്. 10 വയസ്സുകാരനായ ഇസ്മായിലിന്റെ ശരീരത്തിലെ വസ്ത്രമൂരുകയാണ്. അവിടെ ഒന്ന് പറയുന്നുണ്ട്, ബാപ്പാ സാധാരണ അറുക്കുന്നത് പോലെ എന്റെ കഴുത്തറുക്കല്ല ബാപ്പാ, പകരം എന്നെ കമിഴ്ത്തി കിടത്തണേ, എന്റെ മുഖവും മൂക്കും മണ്ണിലൊന്ന് ചേർത്ത് വെക്കടേ, എന്റെ വായ മണ്ണിലേക്ക് അമർത്തി പിടിക്കണേ, വേദന കൊണ്ട് ഞാനൊന്ന് കരഞ്ഞ അങ്ങ് ചിലപ്പോ കത്തിയെടുത്തു പോകും ബാപ്പാ, അതുകൊണ്ട് എന്റെ മൂക്കും വായും മിനായുടെ മലഞ്ചെരുവില് അമർത്തി പിടിക്കണേ, എന്റെ കഴുത്തറുക്കല്ല പെരടിയിലാണ് അറുക്കേണ്ടത്. കാരണം നമ്മളിപ്പോ മിനയുടെ മലഞ്ചെരുവിലാണ് ഹബീബിങ്ങളെ, കേരളത്തിലെ നാട്ടിലല്ല. എന്റെ കഴുത്തറുക്കുമ്പോ പകുതി മുറിയുമ്പോ ഞാനൊന്ന് കരഞ്ഞ, എന്റെ ചുണ്ടൊന്ന് വിതുമ്പിയ പാപ്പാ നിങ്ങളുടെ മനസ്സ് പൊട്ടിപ്പോകും. അതുകൊണ്ട് പിരടിയിൽ അറുക്കടേ. മൂർച്ചയുള്ള ഒരു കത്തി നിങ്ങളുടെ മുഖത്തിങ്ങനെ വന്ന് നിൽക്കുന്നതൊന്ന് സങ്കല്പിക്ക്. വേണ്ട, നിങ്ങളുടെ പൊന്നുമോന്റെ കഴുത്തിൽ വെക്കുന്നത്. പാപ്പാ എന്റെ കൈകാലുകളൊന്ന് കെട്ടണേ, കാരണം ഞാൻ ചിലപ്പോ കൈകാലിട്ടടിച്ചു കളയും, ചിലപ്പോൾ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല ഉപ്പ, അതുകൊണ്ട് കൈകാലുകൾ കെട്ടണം. എൻ്റെ വസ്ത്രം ഊരിയിട്ട് അറുത്താൽ മതി, കാരണം എൻ്റെ വസ്ത്രം എൻ്റെ ഉമ്മയ്ക്കൊന്ന് കൊണ്ടുപോയി കൊടുക്കണം. ജീവിതകാലം മുഴുവൻ എൻ്റെ ഓർമ്മ നൽകാൻ എൻ്റെ ശരീരത്തിൽ അണിഞ്ഞ ഈ വസ്ത്രം മതി ബാപ്പാ. പക്ഷെ ശരീരത്തിൽ അതിട്ടെന്നെ അറുത്താല്, അതിൽ രക്തമായാല് എൻ്റെ ഉമ്മച്ചിക്ക് സഹിക്കില്ല ബാപ്പാ എന്ന് സയ്യിദുനാ ഇസ്മാഈൽ അലൈഹിസ്സലാം പറയുകയാണ്. എങ്ങനെയാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്, ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ചു നോക്ക്, സങ്കൽപ്പിക്കാനാവുന്നുണ്ടോ? പഠിച്ചവനെ, എന്തായിരിക്കും? മിനാഗിരി നിരകൾക്കൊരു വായയുണ്ടായിരുന്നുവെങ്കിൽ അവര് വിളിച്ചു പറയില്ല, ഇബ്രാഹീമേ കാണാൻ വയ്യ, ഇബ്രാഹീം സഹിക്കാൻ വയ്യ, ഇബ്രാഹീം എന്ന മലനിരകൾ വിളിച്ചു പറയില്ലേ? അവിടെയാണ് ബാപ്പാന്റെ മുന്നിൽ കിടന്നു കൊടുത്തത് മഹാനായ സയ്യിദുനാ ഇസ്മാഈൽ അലൈഹിസ്സലാം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ കമിഴ്ത്തി കിടത്തി. ഇസ്മായിൽ നബി അലൈഹി സ്വലാം നമ്മുടെ ആ മലഞ്ചെരുവിൽ നിന്ന് ഇരിക്കുകയാണ്. ആ സ്ഥലം നമ്മൾ യാത്രയിൽ പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. കമിഴ്ത്തി കിടത്തി. എന്തായിരിക്കും ആ രംഗല്ലേ? അത് നമ്മൾ ഒരൊറ്റ ആളും ഹജ്ജിന് പോയില്ലായിരുന്നു. മിനയിൽ വെച്ച് സ്വന്തം കുട്ടിയെ അറുക്കണമെന്ന് ഒരു വിധി ഉണ്ടായിരുന്നെങ്കിൽ ആരും ഞാൻ പറയണില്ല, അധികം ആൾക്കാർ ഹജ്ജിന് ഇങ്ങനെ ഇടിച്ചു കയറില്ല അല്ലേ? സ്വന്തം മക്കളെ കൊണ്ടുപോയിട്ട് ബലിയർപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയോട് ഇസ്മായിലിനോട് നമുക്കുള്ള ബന്ധം നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾ ഈ ലക്ഷറി ഹജ്ജിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളതാണ് ഹജ്ജ്. അവർ രണ്ടുപേരും അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെടുകയാണ്. ഇസ്മായിൽ ഇതാ കമിഴ്ന്നു കിടക്കുന്നു. പേരക്കുട്ടികളെ ഒന്നും ആലോചിച്ച് നോക്കെ, ഇങ്ങനെ റോസാപ്പൂ പോലെയുള്ള ചുണ്ടൊക്കെ വെച്ച് ഓടി നടക്കുന്ന സിസ്റ്ററുടെ കുട്ടിയെ, സ്വന്തം കുട്ടിയെ, പേരക്കുട്ടികളെ, നമ്മുടെ അനുജന്, അനുജത്തിയെ, ചെറിയ കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഹർട്ട് ചെയ്യും. കമിഴ്ത്തി കിടത്തിയിരിക്കുകയാണ്, കൈകാലുകൾ കെട്ടിയിരിക്കുകയാണ്. ഇബ്രാഹിം കത്തി കയ്യിലെടുത്തു. ഇതൊന്നും 21 രാവിലെ അറബി കഥയല്ല, പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. കത്തി കയ്യിലെടുത്തു. സോറി, ഇബ്രാഹിം നബിയുടെ മനസ്സെന്തായിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കി. എന്തായിരിക്കും ഇബ്രാഹിം നബിയുടെ? തൻ്റെ പ്രിയപ്പെട്ട മകൻ അടുത്ത നിമിഷം, ഇബ്രാഹിം നബിക്ക് അറിയില്ലല്ലോ ഇനി പാടിറങ്ങുന്നൊന്നും അറിയില്ലല്ലോ, കത്തി കഴുത്തിലങ്ങ് വെച്ച വേളയിൽ അറുക്കണ്ട, ആ ഒരു മനസ്സു മതി, ആ ഒരു നിയ്യത്ത് മതി. അതാണ് സംഭവം. ആ ഒരു നിയ്യത്ത് ഉണ്ടായാൽ മതി.
അറുക്കാൻ വേണ്ടി ഒരുക്കണ്ടായാൽ മതി, അറക്കണമെന്നൊന്നുമില്ല. നമ്മളെ ചിന്തിക്കും അറുത്തിട്ടൊന്നുമില്ലല്ലോ എന്ന്. അറുക്കാൻ വേണ്ടി എടുത്തില്ലേ? വനാദൈന മിനയുടെ മലഞ്ചെരുവിൽ ഗിരിനിരകളിൽ ശബ്ദം മുഴങ്ങി, അയ്യ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത الرؤيا ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇബ്രാഹിമേ, തീർച്ചയായും നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു ഇബ്രാഹിം. തീർച്ചയായും അപ്രകാരമാണ് നാം സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുന്നത്. തീർച്ചയായും ഇത് സ്പഷ്ടമായ പരീക്ഷണമാ. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഇത് സ്പഷ്ടമായ പരീക്ഷണമാണ് ഇബ്രാഹിമേ. വഫദൈനാഹു ബിദിബ്ഹിൻ അളീം. ഇസ്മായിലിന് പകരം ഒരു ബലിമൃഗത്തെ നൽകുകയും ചെയ്തു. വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ. പിൽക്കാലക്കാരിൽ അദ്ദേഹത്തിന്റെ ഇബ്രാഹിമിന്റെ സൽകീർത്തി നാം അവശേഷിപ്പിക്കുകയും ചെയ്തു. ഇസ്മായിൽ അലൈഹിസ്സലാമയിലൂടെ, സ്വന്തം മകനിലൂടെ ഇബ്രാഹിമിന്റെ കീർത്തി അള്ളാഹു അവശേഷിപ്പിച്ചു. എന്താണത്? ആ വാക്കിന്റെ പ്രത്യക്ഷ അർത്ഥം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗം ലോകം ഇന്നും ഓർക്കുന്നു എന്നാണ്. അല്ല ഹബീബിങ്ങളെ, ഇസ്മായിലിലൂടെ ഇബ്രാഹിമിന്റെ ത്യാഗത്തിന്റെ കീർത്തി ലോകം അറിയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ ഇസ്മായിലിലൂടെയാണ് മഹാനായ നമ്മുടെ രോമാഞ്ചമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. ഇബ്രാഹിം നബിയുടെ ഇസ്ഹാഖ് എന്ന പുത്രനിലൂടെയാണ് ഇസ്രയേൽ വംശം കടന്നുപോയത്. യൂസുഫ് നബി അലൈഹിസ്സലാമെ അടക്കമുള്ള പ്രഗത്ഭരായ പ്രവാചകന്മാര് ഇസ്രയേൽ വംശത്തിലുണ്ട്. അറബ് വംശം വരുന്നത് ഇസ്മായിലിലൂടെയാണ്. വാവ്, അമേസിങ്. അതിലെ പ്രവാചകനാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയുടെ നൂറാനിയത്ത് നെഞ്ചിലേറ്റിയ ഇസ്മായിലിനെ മുറിക്കാൻ കത്തിക്കെങ്ങനെയാണ് കഴിയുക? ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. കത്തിക്ക് മൂർച്ചയില്ലാഞ്ഞിട്ടാണോ? കത്തിക്ക് മൂർച്ചയില്ലാഞ്ഞിട്ടാണോ? അല്ല, അബ്സല്യൂട്ട്ലി അല്ല. കത്തിയോട് അല്ലാഹു മുറിക്കണ്ട എന്ന നിർദ്ദേശം കൊടുത്തത് കൊണ്ട്. കത്തിക്ക് സ്വയം മുറിക്കാൻ കഴിവില്ല. തൗഹീദാണത്. നമ്മൾ ഡോക്ടറെ കാണുന്നു കോവിഡിനും പനിക്കും തലവേദനക്കൊക്കെ. നിങ്ങൾ കരുതിയോ ഗുളിക രോഗം മാറ്റുമെന്ന്? അങ്ങനെ വിശ്വസിക്കുന്നത് പോലും തെറ്റാണ്. ഗുളിക ഒരു സബബ് മാത്രമാണ്. അല്ലാഹു മുസബ്ബിബുൽ അസ്ബാബാണ്. അല്ലാഹു കഴിവ് കൊടുത്താൽ മാത്രമാണ് നമ്മൾ കഴിക്കുന്ന മെഡിസിന് ശക്തി ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു കഴിവ് കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാകില്ല. ഇതാണ് പോയിന്റ്. കത്തിക്ക് മൂർച്ചയില്ലാഞ്ഞിട്ടാണോ? ചിലർ പറയുന്നുണ്ട് കത്തി പാറയിലടിച്ചു എന്ന്. ഞാൻ അതൊന്നും പറയാൻ ആളല്ല. കാരണം അങ്ങനെയൊന്നും ഹദീസിലില്ല. ചില സീറ കിതാബിലൊക്കെ അങ്ങനെയുണ്ട്. നമ്മൾ ഉള്ളതായിക്കോട്ടെ, അല്ല പോയാലും എനിക്കറിയില്ല. അവിടെ ഇബ്രാഹിം നബി പാറയിലടിച്ചു, പാറ രണ്ടു മുറിയായി എന്നുള്ളതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള കാര്യമല്ല. എന്നാലേ അത് വിശ്വസിക്കാൻ പറ്റൂ എന്നുള്ളതൊന്നുമില്ല. ഇബ്രാഹിം നബി ആ കത്തി കയ്യിലെടുത്തു എന്നത് തന്നെ ഖലീൽ ഇബ്രാഹിമിന്റെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്തിനാ പാറ മുറിയണത്? ഇസ്മായിലിന്റെ തരുണ ഞരമ്പുകളിൽ ആ കത്തിങ്ങനെ വെക്കുന്ന മനസ്സുണ്ടല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ, അത് മതി. അറബ് വംശത്തിലെ രാജപ്രതാപനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ കടന്നു വരേണ്ട ആ തരുണ ഞരമ്പുകളിൽ കത്തി എങ്ങനെയാണ് അഴുന്നിറങ്ങുക? കത്തിക്കാകില്ല. കത്തി പോലും പടയ്ക്കപ്പെടാൻ കാരണഭൂതരായ അഷ്റഫുൽ ഖൽക്കിനെ നെഞ്ചേറ്റി വരുന്ന ഇസ്മായിലിന്റെ ചുടുരക്തം മിനയുടെ ഗിരിനിരകളിൽ വീഴാൻ പാടില്ല. ഹർഷാരവും കൊണ്ടിട്ടുണ്ടാവും. ഒരു നിമിഷം നേരം തരിച്ചു നിന്ന ഗിരിനിരകൾ, മിനയിലെ ഗിരിനിരകൾ ഇപ്പോൾ അള്ളാഹുവിന്റെ വഹീന്റെ സന്ദേശം കേൾക്കുമ്പോൾ സന്തോഷിച്ചിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഒരുപാട് വളർന്നു. ഇതാണ് ഹജ്ജിന്റെ മൗലികമായ പാഠം. താങ്ക് യു ഓൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
വബറകാതുഹു.